ഹലോ ഗായ്സ്, നെംസിയക്സ് കണ്ടിട്ടപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ടാവും. ഞാൻ കട്ട ഗ്രൈൻഡിങ്ങിലായിരുന്നു. കാരണം എനിക്ക് വേണ്ട കുറേ സാധനങ്ങൾ പോയി. എങ്ങനെയാന്നുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നമ്മളെ വേൾഡ് 1.20 1.5 ആക്കാൻ നോക്കി. അതിലപ്പോൾ 1.20 1.5 ആക്കി. അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ 1.20 1.5 4 തന്നെ ഞാൻ തിരിച്ചെടുത്തു. കാരണം 1.20 1.5 നമുക്ക് റീപ്ലേ മോഡ് എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചെടുത്തപ്പോൾ നമ്മൾ ആർമർ ഫുള്ള് അങ്ങോട്ടാണ് പോയി. വേറൊന്നും പോയില്ല, ആർമർ ഫുള്ള് പോയി. സോംബിൻ്റെ ആർമറും പോയി. സോംബിക്ക് അപ്പം ഞാൻ റോസാപ്പൂ കൊടുത്തൊക്കെ പിടിച്ചേക്കാൻ. പിന്നെ വേറൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ബ്രീഡർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇബലെ വേഗം മാറ്റണം. കാരണം ഈ സൈഡിൽ നല്ല ലാഗ് അടിക്കും. കാരണം അത്രയ്ക്ക് വില്ലേജേഴ്സ് ആയിക്കണം ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാലും ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി നെതർക്കും പോകണം, വീണ്ടും ഡയമണ്ട് ആർമർ ആവണം. പിന്നെ നമ്മൾ ഔട്ട് പോസ്റ്റൊക്കെ കണ്ടുപിടിച്ചിരിക്കണു. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് കുപ്പി ഒപ്പിച്ചിരിക്കണു. ഞാൻ കുപ്പി കാണിച്ചു തരാം. എന്താ പറയുക, ഞാൻ ഇപ്പം എന്തിനാ ലെഫ്റ്റ് ചെയ്യാൻ നിർത്തി, അതൊക്കെ അറിയില്ല. കണ്ടോ സൗണ്ടരങ്ങൾ കേട്ടോ. ഇതാ ഇത്ര കുപ്പിയുണ്ട്. നമുക്ക് ഒരു തൊള്ളിയോട് ഒപ്പിക്കണം. പിന്നെ നമ്മളൊക്കെ 44 ഡയമണ്ട് ഉണ്ട്. അന്നത്തെ കുറച്ച് ബാക്കി. പിന്നെ ഞാൻ ഇന്നലെ കട്ട ഗ്രൈൻഡിങ്ങും ചെയ്തുകൊണു. പിന്നെ ആർമറൊക്കെ ഫുള്ള് പൊട്ടി. ആ ഫുൾ അയൺ ആർമർ പിന്നെ അയൺ ഫാമിൽ നിന്ന് എടുത്ത് ക്രാഫ്റ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് വേഗം ഒരു ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ഉണ്ടാക്കാം. ഇത് പോയാൽ കിട്ടൂല ആർമർ. ഷൂസ്, ചെസ്റ്റ് പീസ്, ഹെൽമെറ്റ്, പാൻറ്. അപ്പം നമുക്ക് വേണ്ടതല്ലാതെ വയ്ക്കണു. ആർമർ ക്രാഫ്റ്റ് ചെയ്യാണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു. ഇതിൽ ആർമർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഡയമണ്ട് ഇതിൽ തന്നെ ഡയമണ്ട് തിരിച്ചേക്കാം. ഇത് നമുക്ക് പിന്നെ ഷിപ്പ്രക്കിൽ നിന്ന് കിട്ടിയുണ്ട്. 4 എണ്ണം അങ്ങോട്ട് കറക്റ്റായി കിട്ടി. പിന്നെ നമുക്ക് ഇതിൽ വില്ലേജേഴ്സിന് വന്നപ്പോൾ ഉള്ളത് ഇത് നമുക്ക് നെതർക്ക് പോകാനുള്ള സംഭവം. നമുക്ക് ഒരു 4 ഇതിലെടുക്കാം. ഈ സാധനം 4 നമുക്ക് എടുക്കാം. ഗോൾഡും എടുക്കാം. നമുക്ക് നമ്മളെ അയൺ ഫാമിൽ പോയിട്ട് കുറച്ച് അയണും കൂടി എടുത്തിട്ട് നമുക്ക് ആൻവില്ലിൽ ഇട്ടിട്ട് ഈ ആർമർ റിം നമ്മളെ ആർമറിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് നമുക്ക് വേഗം പോവാം. ഇവിടെ നമ്മൾ ചെറിയൊരു പാലം സെറ്റാക്കിയിട്ടുണ്ട്. ഈ വലിയ രസമൊന്നുമില്ല നിൽക്കുവരെ, എന്നാലും ഒരു വെറുതെ ഒരു പാലം. ഇത് കഴിഞ്ഞൊടിയിലുണ്ടായി നമ്മൾ മേലൊന്ന് റൂഫ് വെച്ച് കൊണ്ടു തന്നെ ഉള്ളൂ. ഇവിടേക്ക് ഉണ്ടാക്കുന്നില്ല, ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ടിട്ടാണ്. ഇനി നമുക്ക് മേലെ കയറാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുപ്പി കണ്ടുപിടിക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ, എന്താ പറയുക, ബാഡോമൻ പോഷൻ്റെ. അപ്പം നമുക്ക് സ്പ്രൂസ് കിട്ടി, ഡാർക്ക് ഓക്ക് കിട്ടി, ഈ സാധനം ചെറിയ ട്രീയും കിട്ടി. നമ്മളൊക്കെ ഇപ്പം ഇവിടെ ഞാൻ ചെറിയ സ്റ്റോറേജ് സിസ്റ്റം സെറ്റാക്കി. ഇതിലിപ്പോൾ മൊത്തം എത്ര ആയുണ്ട്, പിന്നെ ഇത് ഇത്രയുണ്ട്, ഇതിൽ ഇത്രയുണ്ട്. പിന്നെന്താ പറയുക, സോമിയുടെ കയ്യിലിപ്പോൾ റോസാപ്പൂ പിടിച്ചിരിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റ് ആക്കി ആർമറൊക്കെ പോയിന്ന്. ഞമ്മക്ക് ഇതിന്ന് ഒരു സ്റ്റാക്ക് അയ്യണം അങ്ങോട്ട് എടുക്കാം. ഞമ്മക്ക് അടിയിൽ പോവാം. എന്താ പോവാത്ത പോട്ടെ. നമ്മളെന്താ കാട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഇതെടുത്തിട്ടൊരു ആൻവിൽ ഉണ്ടാക്കണം. കാരണം ആൻവിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് എത്ര ബ്ലോക്ക് വരുന്നു? ഫുള്ള് ബ്ലോക്കാക്കാം. 7 ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 ബ്ലോക്ക്, 2 ബ്ലോക്ക് കൂടി ഇരുന്നോട്ടെ. ഇനി എന്താ പറയുക, ആൻവിൽ ഇപ്പം ഏത് സെക്ഷനിലാണ്? ആൻവിൽ അങ്ങനെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഇനി ആൻവിൽ നമുക്ക് നമ്മളെ ബേസ് കൊണ്ടുവയ്ക്കാം. പിന്നെ കുപ്പി കണ്ടെടുക്കാൻ പോയപ്പോൾ നമുക്ക് വേറൊരു വില്ലേജും കിട്ടിയിരുന്നു. ആ വില്ലേജിൽ നിന്ന് നമുക്ക് എന്താ പറയുക, മറ്റേ ബ്രൂവിങ് സ്റ്റേഷനിലെ ബ്രൂയിങ് സ്റ്റാൻഡ് കിട്ടിയേക്കണു. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ അതിൻ്റെ സെറ്റപ്പ് അല്ലേ. ഈ സാധനം അല്ലേ ആർമറിൽ ഡ്രിമ്മിടാൻ. അതൊക്കെ ഇപ്പോഴും ഓർമ്മ വന്ന് 2 അയൺ വെച്ചിട്ട് വേറൊരു സംഭവം വരുന്നു. അത് ഞാൻ ഉണ്ടാക്കാം. വുഡ് വെട്ടിതാ, അതിന്നൊരു 4 വുഡ് കൊടുക്കട്ടെ. എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു. ഞാൻ അങ്ങനെ മണ്ടത്തരം കാട്ടുമെന്ന് ഞാനെന്നെ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു 2 എണ്ണം വെക്കുക, ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്താ ഈ സാധനം വെച്ചിട്ട് തോന്നുന്നു. ഇതിൽ നമുക്ക് ആർമർ ഫുള്ള് ഊരാ. ഈ സാധനം പടി നോക്കാം. ഇത് ഗോൾഡ്, ഇത് ഇത്ര മതി. ഇതും 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 ഇത് മതി നമുക്ക്. ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, സ്റ്റോറേജ് തുറന്നിട്ട് ഗോൾഡ് ഇതിൽ നോക്കാം. അയ്യോ ഏതാണ്? പിന്നെ ഇതെന്ന് പറയുന്നത്
ഇത് നിറച്ച മോബ് ഡ്രോപ്സിൻ്റെതാണ് നമുക്ക് ഇതിലും വെക്കാം. ഇത് ഗൺ പൗഡർ, ഇത് നിറച്ച ഗോട്ടൂൺസ്. നമുക്ക് ഫോണിൻ്റെ ആവശ്യമല്ല വല്ലാതെ, അതുകൊണ്ട് നമ്മൾ അതൊന്നും വലിയ മൈൻഡ് ആക്കണില്ല. കിട്ടുകയാണെങ്കിൽ ഇവിടെ ഉപ്പുമാറൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാം, കാരണം ഇവിടെ ഫുള്ള് ഡാർക്ക് സിറ്റുവേഷനാണ്. ഇനി നമുക്ക് പുറത്തേക്ക് പോയിട്ട് ഇനി നമുക്ക് കാട്ടുള്ള നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാന്നാണ്. അതിപ്പോൾ അടിയിൽ ബിൽഡ് ചെയ്യണോ മേലെ ബിൽഡ് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും നമുക്കൊരു അപ്പർ ബേസ് ഉണ്ടാക്കണമെന്ന്. അതായത് നമ്മളെ ഇവിടെ ഏറ്റവും ഒരു ബേസ് ഉണ്ടാക്കണമെന്ന്. ഇവിടെ റീഡിങ് ഹാളാണ്, അതായത് മേലെ അണ്ടർഗ്രൗണ്ട് അല്ല മേലെ അവിടെ ഒരു ബേസ് ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഭൂരിപക്ഷം നോക്കിയിട്ട് ബേസ് ഉണ്ടാക്കണതാവും. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നെതറിൽ പോകണം, ഷൈനിങ് ടേബിളും സെറ്റാക്കണം. അപ്പം ഇനി നമുക്ക് നിറച്ചൊന്ന് ഷുഗർ കെയിന് ഗ്രൈൻഡ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ആക്സിലോട്ടിലിനെ ബ്രീഡ് ചെയ്തിട്ടും കുറച്ച് കൊടുന്നിടും ചെയ്തിക്കണം. 2 ആക്സിലോട്ടിലിനെ ബ്രീഡ് ചെയ്തിക്കണം, ഒന്നിനെ കൊടുന്നിടും ചെയ്തിക്കണം. ഷുഗർ കെയിൻ ഒരു സ്റ്റാക്കും പൈനാപ്പിളും നമ്മളെ കയ്യിൽ പിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് വെക്കാം. നമുക്കൊരു തുള്ളി പണിയോടി ഉണ്ട്. ഇതെടുക്കുക. ഇന്ന് ഇവിടുത്തെ ലാഗ് അങ്ങോട്ട് കുറക്കും ഞാൻ. അതായത് ഇവരെ ഫസ്റ്റ് എല്ലാം നമ്മൾ അങ്ങോട്ട് ബ്രീഡ് ചെയ്യുക, അതങ്ങോട്ട് കയ്യണ വരെ. ബേബി കൗസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കൗന് നമുക്ക് നഷ്ടപ്പെടും ചെയ്തു. ബേബി കൗസ് വലിയൊരു വെട്ടിയ പോലും ഇടയിൽ കയറി നിൽക്കുക. എന്താ നമ്മള് കേട്ടോ, നമുക്കെന്താ 40 ലെതറും പാടിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്രയും ഫുഡും കിട്ടിയിരിക്കണു. ഇപ്പൊ ഫുഡിന് വലിയ ക്ഷാമല്ല നമുക്ക്. ഇപ്പൊ അമ്പലം ഒച്ചൊന്ന് കുറഞ്ഞിട്ട് ഇനി വില്ലേജേഴ്സ് ആണ്, അതുപോലെ ട്രേഡിങ് ആളും ഉണ്ടാക്കിയിട്ട് പറഞ്ഞേക്കണം. ഇത് നമുക്ക് ഇനി ഇതിക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ സ്മെൽറ്റ് ചെയ്യാൻ നോക്കാം. ഇതിക്കൊരു കട പതിനാറെണ്ണം, ഇതിക്കൊരു കട. ഇതിന് വക്കൊന്നുമില്ല, തൽക്കാലം ഇതിലൊരു കട്ട. നമുക്ക് ഈ ഉള്ളത് അതിലാണ് ഞാൻ കാച്ചറ. ഇത് ഫുള്ള് ഷുഗർ കെയിനാണ്, ഇതും ഫുള്ളായോ. ഇതേം ഗോൾഡ് ഫുള്ള് ഷുഗർ കെയിന്, റെഡ് ഫുള്ള് ലെതർ. അപ്പൊ ഗൈസ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ലൂട്ട് കിട്ടി ഞാൻ പറഞ്ഞടാ. ഞാൻ ഈ സംഭവം കുറച്ച് കാലമായി ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം 3 ദിവസമായി. അപ്പം നമ്മളെ വേൾഡ് കണ്ടോ 148 ഡേയ്സായി നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾ ഇത്ര ആയിട്ടുള്ളൂ, കാരണം നമ്മൾ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. വെറുതെ അങ്ങനെ AFK എന്നിട്ടാണ് നമ്മൾ മെയിനായിട്ട് ദിവസം കളഞ്ഞത്. ഇപ്പം ഇവിടെ വലിയ നോയ്സ് ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ഷെൽഫ് ഉണ്ടാകാനില്ലേ, ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇതൊരു സ്റ്റാക്കും ഇങ്ങനെ അല്ലേ ബുക്ക്. ഫസ്റ്റ് പേപ്പർ ഉണ്ടാക്കണല്ലേ, അതിനെ ഓർത്തില്ല. ഇങ്ങനെ ഇത് ഇവിടെ ഒരു കട്ട, ഇങ്ങനെയും ഇതും ഇവിടെ ഒരു കട്ട. നമ്മൾ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഇതിന് നൈറ്റ് ആയിക്കണു. ഞാൻ കാണിച്ചുതരാം. ഞമ്മക്ക് ബേസ് പോയിട്ട് ഫസ്റ്റ് ഒന്ന് സ്ലീപ്പ് ആവട്ടെ, അതാവും ഇനിയുള്ള നല്ല ബുദ്ധി. അതിലിപ്പോൾ വല്ല ക്രീപ്പർ എന്തെങ്കിലും നമ്മളെ അടുത്ത് വന്ന് പോട്ടു. നമുക്ക് എന്താ അത്യാവശ്യം കുറേ ഇതുണ്ട്. എന്താ പറയാ, ലെതർ 3 സ്റ്റാക്ക് മേറ്റുണ്ട്. പിന്നെ പേപ്പർ 6 സ്റ്റാക്ക് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഫുള്ള് ഗൺ പൗഡറിൻ്റെ അതിലൊക്കെ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാനാണ് ഗൺ പൗഡറിൻ്റെ ഇത് സെറ്റാക്കിയേക്കണത്. ഇത് തുറക്കാം. അതാ ഇത്ര എണ്ണം ഉണ്ട്. നമുക്ക് എത്ര ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ബുക്ക് ഇതല്ലേ ഒരു സ്റ്റാക്ക്. ഇത് എത്ര ബുക്കുകൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാം. ഇനി നമുക്ക് വീണ്ടും ബേസിൽ പോയിട്ട് കുറച്ച് വുഡ് എടുക്കട്ടെ. ഇനി നമുക്ക് വേഗം വുഡ് എടുക്കാം. അതാ ഇപ്പോൾ വുഡ് ഇതാ ഒരു സ്റ്റാക്ക് സ്പ്രൂസിൻ്റെ വുഡിനെ എടുത്തുക്കണു. പിന്നെ ഇത് ഏതാണ്, ഇതാണ് ക്രീപ്പറിൻ്റെ ഇത്. ഇതിലേക്ക് നമുക്ക് പേപ്പറും വെക്കാം. ഈ ഷുഗർ കെയിനും കയറട്ടെ, അത് മതി. നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം, കാരണം അതിലൊരു നമുക്ക് ഇവിടുന്ന് എന്താ പറയുക 2 ഡയമണ്ട് കൊടുക്കണം. പിന്നെ ഡയമണ്ട് ഷോർട്ടായിട്ട് തന്നെയല്ലേ, ഇനി 2 ഡയമണ്ട് എടുത്തുക്കണു. ഇനി നമുക്ക് വേണ്ടത് ഒബ്സിഡിയൻ ആണ്. അതിന് നെതറിൻ്റെ ഇതിലുണ്ടാവും. ഇത് 1 2 3 4, ഇതിപ്പോൾ 4 എണ്ണം ഉണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേഗം, കാരണം ഇവിടെ നമുക്ക് ലാഗാവും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട്. സോ ഗൈസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് നമുക്കൊരു എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കുക. ഇങ്ങനെ എങ്ങാണ്ടാന്നൊക്കെ തോന്നണി. ഒരു ബുക്ക് ബടി അപ്പം റെഡിയായി. അങ്ങനെ നമ്മളിത് ക്രാഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ബുക്ക് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് 42 എണ്ണം കൂടിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ വുഡില്ല. ഞാൻ ഒന്നുകൂടി വുഡ് ഗ്രാബ് ചെയ്തിട്ട് വരാം.
അല്ല ഗൈസ്, ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമല്ല. വുഡിന്റെ ഈ ഓർമ്മ വന്നപ്പോഴാ പറഞ്ഞ് എന്താ പറയാ, വുഡിന്റെ ആവശ്യമില്ല. നമുക്ക് 42 ഇത്ര ഒന്നും വേണ്ടത് ഓവറാണ്. അതൊക്കെ ഇപ്പോഴാണ് വന്നത്. നമുക്ക് ഇത് വേഗം എന്താ പറയാ, ഈ വെച്ചിരുന്ന വെട്ടിയിലേക്ക് നമുക്ക് ബുക്ക് വീണ്ടും നോക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയാ, ട്രേഡിംഗ് ഹാളിന്റെ സെറ്റ്, ട്രേഡിംഗ് എന്ന് അറിയുന്നു എന്താ ഇതിന്റെ പേര്, എൻചൈനിങ് ടേബിളിലെ സെറ്റപ്പ് റെഡിയാക്കുക. ആ സാധനം പൊട്ടിക്കട്ടെ, ദാടർന്ന റെഡി ആവും. ഇങ്ങനെ അത് മതിയാവും തന്നെ എനിക്ക് തോന്നണേ. ഇനി എൻചൈനിങ് ടേബിൾ എടുക്കുക, ഇതിന്റെ സെന്ററിലും അങ്ങോട്ട് വെക്കുക. മാക്സ് എൻഷൈൻമെന്റ് തന്നെയാണോ ആ 30 ലെവല്, അപ്പം റെഡിയായി. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ഇനി ബുക്ക് ഷെൽഫ് ആഡ് ചെയ്യാൻ പറ്റുമോ? അവിടെയും നോക്കാം, ഇവിടെയും നോക്കാം. ഇത് മതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിലും വെക്കാം. ഇതിൻ്റെ ആ വോളിയം നോക്കട്ടെ. ഇതിൻ്റെ സൗണ്ട് എല്ലാത്തിനും ഇങ്ങനെ മ്യൂസിക് ആൻഡ് സൗണ്ട്സ് മാസ്റ്റർ വോളിയം തന്നെ അങ്ങോട്ട് കുറക്കാം. 18 കിടാം. ബാക്ക് ടു ദ ഗെയിം. ഇപ്പം എത്രയോ ഇതുണ്ട്, ഭേദമുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പോയിട്ട് ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണം. അതിനും വേണമല്ലോ വുഡ്. ഇപ്പം റെഡിയായി, ഇതും കൂടി മതി. ഈശിപ്പയുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തായാലും അത്യാവശ്യമാണ്. തെരഞ്ഞെറിഞ്ഞ് ഞാൻ കഴിഞ്ഞു. ഇനി ഇതായിട്ടൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണം. ഇതൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തു. ചെസ്റ്റ് ഇവിടെ അതിൽ നമുക്ക് ബുക്സ്, ഈ ബുക്കും പിന്നെ ലാപ്പിസും നമുക്ക് ഇതിൽ വെക്കാം. കാരണം ഇതാണ് നമുക്ക് ഒന്നുകൂടി സേഫല്ല, സുഖം. നമുക്ക് 23 ലെവലുണ്ട്. നമുക്ക് വല്ല എൻഷൈൻമെൻറ്റും നമ്മളെത്തിക്ക് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ചെസ്റ്റ് പ്ലേറ്റിക്ക് പ്രൊട്ടക്ഷൻ 1 അടുത്ത് ഞാൻ വീട്ടിക്കും അധികം വെയ്ക്ക് നോക്കട്ടെ. നമുക്ക് അധികം ഇതില്ല. പ്രൊട്ടക്ഷൻ 2 എടുത്തു. വെറും പ്രൊട്ടക്ഷൻ 2 തന്നെ ഉള്ളൂ. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷനും പ്രൊജക്ഷനും. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ എടുക്കാം തൽക്കാലത്തിന്. ഇനി ഇത് രണ്ടും നമുക്ക് വെയർ ചെയ്യാം. ഇനി ഹെൽമെറ്റും പാടിയുണ്ട്. ഹെൽമെറ്റിന് എന്താ തരാന്നാവും. ഫയർ പ്രൊട്ടക്ഷൻ അൺബ്രേക്കിംഗ് 1 എടുത്തോക്കാം. ഒരു അൺബ്രേക്കിംഗ് 1 തന്നെ ഉള്ളൂ. വെറുതെ ഇനി ലാപ്പിസ് അസോഡും കൂടി എൻചൈൻ ചെയ്യാം. ഷാർപ്പ് 2 ഉണ്ട്. നമുക്ക് ഷാർപ്പ് 2 തന്നെ എടുക്കാം. ഇനി പിക്കാക്സ് എഫിഷ്യൻസി 2. ഇതെന്താ ഒന്ന് എക്സ്ട്രാ ഇട്ടാത്തി. ഇത് എഫിഷ്യൻസി 2 അത് മതി നമുക്ക്. ഇപ്പം നമുക്ക് ഫുള്ള് സെറ്റായി. ഇനി നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അതിനുള്ള ഒബ്സിഡിയൻ കൂടി എടുക്കട്ടെ. ഒബ്സിഡിയൻ അതിലാണ് ഒബ്സിഡിയൻ. ഇനി നമുക്ക് 1 2 3 ഇനി അടിയിൽ കണക്ഷൻ കൊടുക്കണം. അതിന് ഇതും ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക. അയ്യോ ഇതന്നെയുള്ളൂ. തിരിച്ച് ഞാൻ റീപ്ലേസ് ചെയ്ത് ഇതല്ലേ 1 2 1 2 3. ഇനി ഇതും അങ്ങോട്ട് പൊട്ടിക്കുക. ഇതും അങ്ങോട്ട് വെക്കുക. ഇപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ലൈറ്റ് ചെയ്യണം. ഈ ഒബ്സിഡിയൻ ഇതിൽ തന്നെ ഇരുന്നോട്ടെ. ഇതെന്തിൽ വെക്കാം? പവർ 5. ഇത് നമ്മൾ അമ്പുകടാം. ഇത് ഔട്ട് പോസ്റ്റ് നിന്ന് കിട്ടിയതാന്നൊക്കെ തോന്നുന്നു. അയ്യോ ഇതിലല്ലല്ലോ. ഇതും പവർ 5 സെറ്റായി. ഇനി ലൈറ്റപ്പ് ചെയ്യണം. ഒരയണും പിന്നെ ഫ്ലിന്റ് ഉണ്ടാക്കണല്ലേ. അതിനപ്പം നമ്മൾ കഷ്ടപ്പെടുക. ഇതിലിരുന്നോട്ടെ തൽക്കാലം. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് ഗ്രാവല് മെയിൻ ചെയ്തിട്ട് ഒരു ഫ്ലിന്റ് സെറ്റാക്കാം. അതാവും ഇപ്പം നല്ലതെന്നൊക്കെ തോന്നി. അങ്ങനെ നമുക്ക് ഫ്ലിന്റും കിട്ടി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് വീട്ടിൽ പോവാം. 4 മെയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു ഫ്ലിന്റ് കിട്ടി. എന്താന്നാവും. അതാ ക്രാഫ്റ്റ് ചെയ്തു. നമ്മളെ കാണാപ്പം എങ്ങനെ ഉണ്ട്. രസമൊക്കെ ഉണ്ടില്ലേ. അയ്യോ സോറി, പോർട്ടൽ അങ്ങോട്ട് കത്തിക്കുക. അതങ്ങോട്ട് കെടുത്തുക. ഇനി ഫ്ലിന്റും ഇതിലും വെക്കാം. പിന്നെ ഇതടപ്പം തൂക്കുക. എൻ്റെ ബെഡ്റൂമിൽ ഓൾറെഡി ഉണ്ടെന്ന്. ദബട അങ്ങോട്ട് തൂക്കി. ഇതിങ്ങനെ ഇരിക്കില്ലേ. ഇനി നമുക്ക് എന്താന്ന് വെച്ചാ
വില്ലേജസ് സഫക്കേറ്റ് ആവാൻ തുടങ്ങി. വില്ലേജസ് കൂടിയിട്ട് നമുക്ക് നെതർ കയറാം. ഫസ്റ്റ് ടൈം ഇന്റെ നെതർ ഇൻ ദിസ് വേൾഡ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നെതറിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ കത്തുണ്ടോ ലാവ. ഇത് ബ്ലോക്ക് ചെയ്യല്ലേ ഇപ്പൊ ഞാൻ വേണ്ടി. ഇതിന്റെ പോർട്ടലല്ലേ നശിപ്പിക്കണി. കേറിയതൊരു ദുരന്തത്തിലേക്കാ. നെതർ വാർട്ട് പൊട്ടിച്ച് നമുക്ക് അഡ്വാൻസ്മെന്റ് ഒന്നും കിട്ടാൻ സാധ്യതയല്ല. കാരണം ഞാൻ നെതർ വാർട്ട് ആൾറെഡി പൊട്ടിച്ചു. ഈ സ്ട്രക്ചേഴ്സ് പൊട്ടിക്കൂല നമ്മള്. എന്താ പറയാ, ഞാൻ പറയാ, ഈ തന്നെ റൂവൻഡ് പോർട്ടല് അത് പൊട്ടിച്ച നെതർ വാർട്ട് കുറെ കിട്ടിയിരുന്നു. ആ ചെസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഓ ഡാമേജ് കുക്കഡ് സ്റ്റിച്ച് ആയിക്കോട്ടെ. അയ്യോ ഹെൽ വേണ്ടപ്പോ ഹങ്കറും കുറയില്ല. ഇങ്ങനെയൊക്കെ ഇതുണ്ട് കുഴപ്പം. അയ്യോ ചാവും. അപ്പം റെഡിയായി. ഇനി നമ്മള് ഡാമേജ് അടിക്കണ്ടാവല്ലോ അല്ലാതെ. ഇവിടെ അങ്ങോട്ട് നിൽക്കണം. ഇനി ഇവിടെ നിന്നിട്ട് അയ്യോ ബ്ലോക്ക് കഴിഞ്ഞോ. ഒന്നുകൂടി മൈൻ ചെയ്യാം. കാരണം നമ്മളെങ്ങനെയും സേഫ് ആക്കണം. അതാണ് ബെസ്റ്റ് മസ്റ്റ്. അല്ലേ ഞാൻ തന്നെ ലാവേ വീണ് ചാവും. അതൊക്കെ ഇന്നെ തന്നെ വിശ്വാസമല്ലാത്ത. ഇപ്പൊ തന്നെ വീണ്ടും ലാവേ കൂടിയിരുന്നു. അവിടെ മറ്റേ സോൾസ് ആൻഡ് വാല്യൂ ഉണ്ടായിരുന്നു. 1.21.5 ആണ്. ഇപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഗാസ്റ്റിന് എടുക്കായിരുന്നു. ഓ ഷിറ്റ്. അപ്പൊ റെഡിയായി. ഇത് റീജനറേറ്റ് ആവാത്ത എന്താ? ഞാൻ ഇപ്പൊ ഇവിടെ ഒന്നും മാല കഷ്ടപ്പെടും. ആവണ്ട്. ഓ പിഗ്ലിൻ ബ്രൂട്ട്. ഞാൻ അത് വരുന്ന കുറച്ച് ഗോൾഡ് എടുത്തിട്ട് ട്രേഡ് ചെയ്യാം. കൊണ്ട് നെതർക്കാൻ എത്തിക്കണു. ഇവിടെ പിഗ്ലിനവിടെ ഒരു പിഗ്ലിനെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എത്താറായിട്ട് അതാക്കണു. പൊട്ടനിക്ക് ആ ഗോൾഡ് കൊടുത്തിരുന്നു. അപ്പത്തിന് ഓനടുത്ത് കത്തിച്ചു. വേറെ എവിടെയും ആൾക്കാരുണ്ടോ? ഓഫ് അട പന്നിയാളാ. ലാവൊന്ന് ബ്ലോക്ക് ചെയ്യണല്ലോ ഇവിടുത്തെ. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ വീണ്ടും കൊടുക്കും കത്തിക്കാൻ. ഓ ഒരു നിമിഷേ ഭയന്നു. ഇവിടെ ഒന്ന് പാർക്കോർ ജമ്പ് ചെയ്തോക്കട്ടെ. എന്താ അവസ്ഥ? അതോനാടാ പിഗ്ലിന്. ഈ സാധനമാണല്ലോ ഇവിടെ. ഓഫ് മലങ്ങി പെട്ടു. ഓ രണ്ടൊട്ടിലുള്ളൂ. ഷാർപ്പ് 2 ആയോണ്ടാന്നൊക്കെ തോന്നല്. ഒരു പിഗ്ലിന് കാണാനില്ലല്ലോ. കൊന്നു നമ്മൾ ഇങ്ങനെ എന്നിട്ട് ചാവുന്ന. അടുത്ത എപ്പിസോഡിൽ നമുക്ക് റെയ്ഡ് ഫാം ഉണ്ടാക്കാം. അതാവും ബെസ്റ്റ്. ഇന്ന് നമുക്ക് എങ്ങനെയൊരു പിഗ്ലിനെ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അപ്പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കണം. മേലക്കോട് വരുമോ? പെട്ടു നമ്മളിവിടെ. അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഒരിക്കലും ബ്ലോക്ക് വൈനട്ടെ. ഇത് മതി. ഇത് ധാരാളം. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഓ ഈ സാധനം ഒന്ന് പൊട്ടിക്കണല്ലോ. എന്നൊരു ബ്ലോക്ക്. ഇറങ്ങി മേലുണ്ട്. പിഗ്ലിൻ ഇവിടെ അടുത്ത് എവിടെ ഉണ്ട്? എവിടെയെന്ന് കറക്റ്റ് കാണാനില്ല. പിഗ്ലിന്റെ ഒച്ചന്നെ അതാ നിക്കണു. ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ തെരഞ്ഞീന്ന്? ഫസ്റ്റ് ഫുഡൊന്നും അടിക്കട്ടെ. എന്ത് പിഗ്ലിനാന്നാവോ? സോംബിഫൈഡ് ആണോ മറ്റേതാണോന്നാവോ? അല്ലോ ഞാൻ തീർന്നു. തീർന്നു. ഇത്ര ഹെൽത്ത് ഉള്ളവർക്കൊക്കെ. മറ്റോ ഇങ്ങോട്ട് എത്തിയോ? മറ്റോ അവിടെ
ഓ നമ്മളെ ബേസ് പോയി എന്നൊക്കെ തോന്നണി. മിക്കവാറും പോയിട്ടുണ്ടാവും. അതിനാവും ചാൻസ്. അതാക്കണു. ഓ സോംബിഫൈഡായി. ഇനി ഒന്നും കാട്ടാൻ പറ്റൂല. ഓ ഇനി നമുക്കൊരു പില്ലേജറിനെ പില്ലേജർ എന്ന് അറിയണേ സോംബി ഈ പിഗിളിനെ കണ്ടുപിടിക്കണം. താഴത്തുണ്ട്, പക്ഷെ താഴത്തേക്ക് ഇറങ്ങിയ പേടിയാണ് സത്യം പറഞ്ഞ. ഇവരും അതും എല്ലാതും ഉണ്ട് അവിടെ. എന്താ ഞാൻ കാട്ടുക? പറഞ്ഞു നോക്കാം. ഇങ്ങനെ നൈസ് നൈസ് സ്റ്റെയർ കേസ് പണിയാണ് എങ്ങനെയും. ഇതൊട്ടിക്ക. ഓ എഫിഷ്യൻസി ഇട്ട് ഞാൻ അങ്ങോട്ട് മറന്നു. ഇത് നമുക്കൊരു പാർക്കോർ ജമ്പ് ചെയ്യാം. ചാവൂല എനിക്കറിയാം. ബെൽക്ക് നമുക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ കയ്യിൽ പിടിക്കാം. ദബടക്ക് കുറെ ഗോൾഡ് അങ്ങോട്ട് ഇടാം. അതാവും ഇപ്പൊ നല്ലത്. ഗോൾഡ് വേണ്ട. അബനെ കൊല്ല ഗോൾഡ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞില്ലേ? എന്താണ് 25 ഗോൾഡ് ഇത്രയും പെട്ടെന്ന് കഴിച്ചിട്ട്. 3 എൻഡർബേൾ കിട്ടിക്കൂണേ. ഇത് മതി. ക്യാരറ്റ് ഇല്ല അല്ലേ? ഇപ്പൊ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാം. ഞാൻ വല്ലാതെ ഉള്ളിൽ പോണില്ല. ഇവിടെ ഒരു സ്റ്റെയർ കേസൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളൂ. ഞാൻ പോണി. അതിലേക്ക് എൻ്റെ ബേസ് നഷ്ടപ്പെടാനുള്ള സാധ്യത 100% ഞാൻ അതിൻ്റെ കോർഡിനേറ്റ് നോക്കില്ല. അപ്പം പിന്നെ കുറച്ച് കോർഡിനേറ്റ് നോക്കാൻ ഞാൻ പഠിച്ചുകൂടും. അതുകൊണ്ട് വലിയ സീനില്ല. ഇങ്ങനൊക്കെ അങ്ങോട്ട് പോകുക തന്നെ. വേറെന്താ വഴി? ഇപ്പം നമ്മൾ മേലക്കെത്തി ട്രേഡും ചെയ്തു. 24 ഗോൾഡ് എത്ര വട്ടം കഴിഞ്ഞ്. അതിന് കിട്ടിയ ചവറാണിത്. ഇത്രയും ചവറാണ് നമുക്ക് 24 ഗോൾഡിന് കിട്ടിയത്. ഇതൊക്കെ വേറെ എവിടുന്ന് കിട്ടും? 3 എൻഡർപോൾ നമുക്ക് എന്താ പറയുക ഈ ബാരലിൽ തന്നെ സൂക്ഷിച്ചേക്കാം. ഈ സാധനവും എൻഡർപോളും ഇതെടുക്കാം. കാരണം നമ്മളൊക്കെ അധികം ആരും ഇല്ല. ഇത് ഫുള്ള് നമുക്ക് കല്ല് വെട്ടിയേക്കും. നിങ്ങൾ ഫുള്ള് ഇനി ചവറ് വെട്ടിയേക്കും. നമ്മൾ ചവറ് ഫുള്ള് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.